മമ്മൂക്കയുടെ ഡൊമിനിക് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ 1 മില്യണോളം യൂട്യൂബ് വ്യൂസ് ക്രോസ് ചെയ്തിട്ടുണ്ട്. പലർക്കും ഈ ഒരു സിനിമയുടെ ടീസർ ഇഷ്ടമായിട്ടില്ല, പക്ഷേ എനിക്ക് കുഴപ്പമില്ലാത്തതുപോലെ തോന്നി. ഈ ഒരു ടീസർ കാണുമ്പോൾ ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും ജനുവരി 16-നായിരിക്കും സിനിമ റിലീസ് ചെയ്യുന്നതെന്നുള്ള റൂമേഴ്സാണ് ഇപ്പോൾ വരുന്നത്. ടൊവിനോയുടെ ഐഡൻറ്റിറ്റി സിനിമയുടെ ടീസറും ഇപ്പോൾ 1 മില്യണോളം യൂട്യൂബ് വ്യൂസ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമയുടെ റിലീസ് അടുത്ത വർഷം ജനുവരിയിലായിരിക്കുമെന്നും കൺഫേം ആയിട്ടുണ്ട്. നല്ലൊരു ടീസർ തന്നെയാണ് സിനിമയുടെ ടീം പുറത്തിറക്കിയിട്ടുള്ളത്. ഫോറൻസിക് ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് ഐഡൻറ്റിറ്റി. എന്തായാലും ടീസർ കാണുമ്പോൾ ഒരു കിടിലൻ ത്രില്ലർ തന്നെ ആയിരിക്കും ഐഡൻറ്റിറ്റി എന്നാണ് തോന്നുന്നത്. എന്തായാലും സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കാം. രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ജനുവരിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ എവിടെയൊക്കെയാണെന്നുള്ള അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, കൊച്ചി എന്നിവിടങ്ങളാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ. ഫഹദ് ഫാസിലും രഞ്ജിത്ത് പണിക്കരും ഒന്നിക്കുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് 2025 മാർച്ചിലുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഒക്ടോകൊമ്പൻ സിനിമ എപ്പോഴും ഓണാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമയുടെ ബാക്കിയുള്ള പോർഷൻസിൻ്റെ ചിത്രീകരണം ഡിസംബർ ലാസ്റ്റോടു കൂടി ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിടാമുയർച്ചി സിനിമയുടെ ഡബ്ബിംഗ് വർക്ക് ഇപ്പോൾ അജിത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 13-ാം തീയതി സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു സോങ് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ജനുവരി 10-ന് പൊങ്കൽ റിലീസായിട്ട് സിനിമ എത്തിക്കാനാണ് സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. ഫഹദ് ഫാസിലിൻ്റെ ആദ്യ ബോളിവുഡ് ചിത്രം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇംതിയാസ് അലിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. തൃപ്തിയാണ് ഫഹദിൻ്റെ നായികയായിട്ട് ഈ ഒരു സിനിമയിൽ എത്തുന്നത്. 2025 ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. ലവ് സ്റ്റോറിയാണ് സിനിമയുടെ ജോണർ. എമ്പുരാൻ സിനിമയുടെ ടീം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ അടുത്താണ് സിനിമയുടെ ചിത്രീകരണം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയത്. സൂര്യ 45 എന്ന സിനിമയിൽ സൂര്യയുടെ നായികയായിട്ടല്ല തൃഷ അഭിനയിക്കുന്നത്. പകരം അഡ്വക്കേറ്റിൻ്റെ റോളിലാണ് തൃഷ ഈ ഒരു സിനിമയിൽ എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മാസം 23-ാം തീയതി വരെ കോയമ്പത്തൂരിൽ സിനിമയുടെ ചിത്രീകരണം ഉണ്ടാവും. അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഫൈനൽ ഷൂട്ട് ഹൈദരാബാദിൽ വെച്ച് നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സൂര്യ വെട്രിമാരൻ കോംബോയിൽ വരാനിരിക്കുന്ന വാടിവാസൽ സിനിമ ഇപ്പോഴും ഓണാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത വർഷം 2025 ഫെബ്രുവരിയിലായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കങ്കുവ സിനിമ പോലെയൊക്കെയുള്ള അപരാധങ്ങൾ സൂര്യ ചെയ്യാതെ ഈ ഒരു വാടിവാസൽ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് വെട്രിമാരൻ വാടിവാസൽ എന്ന സിനിമ സൂര്യയ്ക്ക് കൊടുത്തിരുന്നേനെ. വാടിവാസൽ എന്ന കിടിലൻ നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ഒരുക്കുന്നത്. വാടിവാസൽ മാത്രമല്ല, സൂര്യയുടെ വമ്പൻ പ്രൊജക്റ്റുകളും ഈ ഒരു കങ്കുവ കാരണം മുടങ്ങിപ്പോയിട്ടുണ്ട്. സൂര്യ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. പക്ഷേ സിനിമ മോശമായതുകൊണ്ട് അതൊന്നും വർക്കൗട്ടായില്ല. ഇതുപോലെ സിരിത്തെ ശിവ അജിത്തിന് വിവേകം എന്നുള്ളൊരു അപരാധ പടം കൊടുത്തിരുന്നു. അതിലൊരുപാട് ആക്ഷൻ സീൻസൊക്കെ ചെയ്ത് അജിത്തിൻ്റെ ഹെൽത്തൊക്കെ ബാഡായിരുന്നു. സൂര്യ 44 എന്ന സിനിമയുടെ ടൈറ്റിൽ കൾട്ട് എന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ റൂമേഴ്സ് വരുന്നത്. കാർത്തിക് സുബരാജ് ഡയറക്റ്റ് ചെയ്യുന്ന സൂര്യ 44 എന്ന സിനിമ ഒരു ലവ് ആക്ഷൻ കോമഡി ചിത്രമാണ്. പുഷ്പ 2 ദ റൂൾ എന്തായാലും കട്ട നെഗറ്റീവ് തന്നെയാണ് കേരളത്തിൽ സിനിമയ്ക്ക് വരുന്നത്. പുഷ്പ 2 സിനിമയ്ക്ക് പല സ്ഥലത്തും മിക്സ്ഡും നെഗറ്റീവൊക്കെ വന്നെങ്കിലും ഒരു വമ്പൻ ഓപ്പണിംഗ് കളക്ഷൻ തന്നെയാണ് സിനിമ ഇടാൻ പോകുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ FT കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡും ഇപ്പോൾ പുഷ്പ 2 സിനിമ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ സിനിമയുടെ പ്രീമിയർ ഷോ ഒക്കെ അടക്കം 270 കോടിയോളം രൂപ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഓപ്പണിംഗ് ദിവസം കളക്ഷൻ നേടിയെന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാവുന്നത്. കേരളത്തിലെ FT കളക്ഷൻ എന്നത് 6,20,00,000 ആണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കേരളത്തിലെ ലിയോ സിനിമയുടെ FT കളക്ഷനൊക്കെ പുഷ്പ 2 സിനിമ തൂക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. കേരളത്തിൽ ആദ്യ ദിനം പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ 8 കോടിക്ക് മുകളിലൊക്കെ സിനിമയ്ക്ക് ആദ്യ ദിനം കളക്ഷൻ വരേണ്ടതായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് ആണ് കേരളത്തിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ FT കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് ഇപ്പോൾ പുഷ്പ 2-ന് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സാഡ് ന്യൂസ് ഉണ്ട്. പുഷ്പ 2-ൻ്റെ ഹൈദരാബാദിലുള്ള തിയേറ്ററിലുള്ള പ്രീമിയർ ഷോൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു ലേഡി ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധമായിട്ട് അല്ലു അർജുനെതിരെ കേസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരുടെ ഭർത്താവും കുട്ടിക്കും ഒക്കെ പരിക്കുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു സിനിമ കാരണം ജീവൻ പോകുന്ന അവസ്ഥയിൽ വരെ എത്തി.